ദേവസ്വം ബോർഡിനെ ദല്ലാൽമാരുടെ ഒരു സ്ഥാപനമാക്കി മാറ്റിയതാണ് ഈ കഴിഞ്ഞ 10 കൊല്ലം അവരുടെ അച്ചീവ്മെന്റ്. പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേ അതെന്തിനാ? എലക്ഷൻ വരുന്ന ഒരു മാസം മുമ്പേ 2 ക്ഷേമ പദ്ധതികൾ അനൗൺസ് ചെയ്യുക, പിന്നെ 2-3 തവണ BJP വർഗീയവാദി പാർട്ടി എന്ന് പറയാ, ജനങ്ങളെ വെട്ടിയാക്കുക, ഇനിയും ജയിക്കുക. ഇതാണ് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം. പക്ഷേ അതിന്റെ കാലം ഇനി കഴിഞ്ഞു. ഇനി കാലം പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസിന്റെ കാലമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. അവർക്ക് വേണ്ടത് പറയുന്നത് ചെയ്യുന്ന പാർട്ടിയും, ചെയ്യാൻ പോകുന്നത് മാത്രം പറയുന്ന പാർട്ടിയും, ചെയ്ത് കാണിക്കുന്ന പാർട്ടിയും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന പാർട്ടിയും, നാടിനെ നന്നാക്കുന്ന രാഷ്ട്രീയവും, കുട്ടികളുടെ ഒരു നല്ല ഭാവി സൃഷ്ടിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു പാർട്ടി. ഇതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ CPM-ന്റെ റെക്കോർഡ് ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ കോൺഗ്രസ് CPM-ന്റെ ഒരു ബി ടീമായ ഒരു കോൺഗ്രസ് പാർട്ടിനെ കുറിച്ച് നമുക്ക് 2 വാക്ക് സംസാരിക്കാം. അവരിപ്പോ ഉറങ്ങിയിരിക്കുന്നു. കോർപ്പറേഷൻ മത്സരിക്കണം. അവരെന്താ ചെയ്തിരിക്കുന്നത്? അവരുടെ റെക്കോർഡ് നമുക്ക് മനസ്സിലാക്കണം, പഠിക്കണം, മറക്കരുത്. 10 കൊല്ലം UPA സർക്കാർ ഭരിക്കുമ്പോൾ 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് UPA സർക്കാർ. അവര് തിരുവനന്തപുരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഒരു ചുക്കും ചെയ്തോ? ഇല്ല. കാരണം അവർക്ക് ഇതൊന്നല്ലൊരു പ്രധാനപ്പെട്ട വിഷയം. അവർക്ക് വേണ്ടത് എന്താ? ഭരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചാടി പിടിച്ച് തുടങ്ങും അവര് കൊള്ള, എങ്ങനെയെങ്കിലും അഴിമതി. അപ്പൊ CPM സർക്കാർ ഭരിക്കുമ്പോൾ ജനങ്ങളോട് സഖാവുമാരെ എങ്ങനെയെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, സാധാരണ സമൂഹത്തിന് വിടും. കോൺഗ്രസ് വന്നാൽ സാധാരണക്കാരനെ വിട്ട് രാഹുൽ ഗാന്ധിന്റെ ഒരു കുടുംബവും മറ്റേ 2-3 കുടുംബം അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരെ കൊള്ള വഴി നന്നായി കാശുണ്ടാക്കുക, സമ്പാദിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം.